ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതികളായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇരുവരുടെയും ജാമ്യാപേക്ഷകൾ തള്ളണമെന്ന് SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. പത്മകുമാറിനെതിരെയും ഗോവർദ്ധനെതിരെയും ഗുരുതര കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് SIT കഴിഞ്ഞ ദിവസം സമർപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഇതുവരെ പ്രതികളായ ഒരാൾക്കും ജാമ്യം അനുവദിച്ചിട്ടില്ല. ഇന്ന് സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? അമൽ, ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിലെ പ്രതികളായിട്ടുള്ള എ പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. ഇന്ന് വിശദമായിട്ട് തന്നെ വാദം കേൾക്കും. SIT കഴിഞ്ഞ ദിവസം 2 റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു. അതായത് ഈ ജാമ്യാപേക്ഷയെ തുറന്നെതിർത്തുകൊണ്ടുള്ള മറുപടി സത്യവാങ്മൂലങ്ങളായിരുന്നു അവ. ഗോവർദ്ധനും അതോടൊപ്പം തന്നെ CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടുള്ള എ പത്മകുമാറിനും ജാമ്യം നൽകരുത് എന്നുള്ളതാണ് SIT ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് തക്ക കാരണങ്ങളും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഗോവർദ്ധൻ എന്ന് പറയുന്നത് ഈ സ്വർണ്ണ കവർച്ചയിൽ മുഖ്യ പങ്കാളിത്തമുള്ള വ്യക്തിയാണ്. ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചാണ് ഈ വൻ ഗൂഢാലോചന നടത്തിയത്. ഈ മൂവരും മുഖ്യമായിട്ട് ഗൂഢാലോചന നടത്തി ആസൂത്രണം നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന സ്വർണ്ണപ്പാളികളല്ലാതെ ശ്രീകോവിലിലെ മറ്റ് സ്വർണ്ണപ്പാളികളിലെ സ്വർണം കൂടി കവർന്നെടുക്കാനായിട്ടുള്ള വൻ ആസൂത്രണമാണ് ഈ മൂവരും നടത്തിയിട്ടുള്ളത്. ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ തന്നെ ബംഗളൂരുവിൽ വെച്ച് 3 പേരും കൂടിക്കാഴ്ച നടത്തി തെളിവുകളടക്കം നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ തെളിവുകൾ അടക്കം ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണം ബംഗളൂരുവിൽ നടന്നുവെന്നും SITയുടെ കണ്ടെത്തലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു ചില കാര്യങ്ങൾ കൂടി ഉള്ളത്, ഈ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മൂവരിലേക്കും അന്വേഷണം കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവം നിലവിൽ SITക്കുണ്ട്. കാരണം അത്തരത്തിൽ ആ 3 പേരെയും കേന്ദ്രീകരിച്ച് തന്നെയാണ് ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്കോ അല്ലെങ്കിൽ ഭരണസിരാ കേന്ദ്രത്തിൽ ഉൾപ്പെടുന്ന ആളുകളിലേക്കോ എന്തുകൊണ്ടാണ് SITയുടെ അന്വേഷണം ചെന്നെത്താതിരിക്കുന്നത്, ആ ആക്ഷേപങ്ങൾ പോകാതിരിക്കുന്നത്, കണ്ടെത്തലുകൾ വരാതിരിക്കുന്നത്, ഇതടക്കമുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ SITക്ക് ഇതുവരെ ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റൊന്ന്, പത്മകുമാറിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളുമാണ് SIT റിപ്പോർട്ടിലൂടെ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ പത്മകുമാർ പറഞ്ഞിരുന്നത് തന്ത്രിയുടെ ആവശ്യാനുസരണമാണ് ഈ അറ്റകുറ്റപ്പണിക്കായിട്ട് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ്. പക്ഷേ ആ വാദം തെറ്റാണെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. പത്മകുമാറിന്റെ വാദം സാധൂകരിക്കാൻ തക്ക തെളിവുകളൊന്നും തന്നെ ലഭ്യമല്ല. തന്ത്രിയുടെ അഭിപ്രായം തേടുകയോ അനുജ്ഞ വാങ്ങുകയോ ചെയ്തിട്ടില്ല. തന്ത്രി മഹസറിൽ ഒപ്പിട്ടതിന് തെളിവുകളുമില്ല, രേഖകളുമില്ല. അത്തരത്തിൽ തന്ത്രിയുടെ പേരിൽ അല്ലെങ്കിൽ തന്ത്രിയുടെ ആവശ്യാനുസരണം ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയത് തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിയതാണ് എന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ അത് അപ്പാടെ തള്ളിക്കൊണ്ടുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. പത്മകുമാർ ഈ വാദങ്ങളൊക്കെ തന്നെയാണ് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും പറഞ്ഞിട്ടുള്ളത്. താൻ ഒറ്റയ്ക്കല്ല, ദേവസ്വം ബോർഡ് കൂട്ടമായിട്ട് അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയാണ് അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മനഃപൂർവ്വം തന്നെയാണ് പത്മകുമാർ ഇത്തരത്തിൽ പിച്ചളപ്പാളി എന്നുള്ളത് ചെമ്പ് പാളിയാക്കി എഴുതിയത്. അതിന് അനുവദിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനായിട്ട് അനുവദിക്കുന്നു എന്നും സ്വന്തം കൈപ്പടയിലാണ് പത്മകുമാർ എഴുതിയത്. അത് യാദൃശ്ചികമല്ല, മനഃപൂർവ്വമാണെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനും ഗോവർദ്ധനും ജാമ്യം നൽകുന്നത് ഈ കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടാനായിട്ടുള്ള സാധ്യതകളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുമെന്നുള്ളതാണ് SITയുടെ വാദം. അതുകൊണ്ട് ഇരുവർക്കും ജാമ്യം നൽകരുത്, അപേക്ഷകൾ രണ്ടും തള്ളണമെന്നും SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. SITയുടെ ഈ ഒരു നിലപാട് പ്രകാരം ഹൈക്കോടതി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഏറെ പ്രസക്തം. വിശദമായിട്ട് തന്നെ ഇരു ജാമ്യാപേക്ഷകളിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വാദം കേൾക്കും. അമൽ, സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതികളായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.